ഒന്നും കഴിയില്ല. മലപ്പുറത്ത് പരസ്പരം മതമൈത്രിയും കാര്യങ്ങളും സ്നേഹവും സാഹോദര്യവും ഒന്നിച്ച് നിൽക്കുന്ന നാടാണ്. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിക്കും ഒരു ചേമ്പും മലപ്പുറത്തിനെ തൊടാൻ കഴിയില്ല. മനസ്സിലായി? പാറലെന്ന് പറഞ്ഞിട്ടൊരു ഒരു നേർച്ചപ്പെട്ടിൻ്റെ അവിടെ, ആ നേർച്ചപ്പെട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ടില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോൾ കുറച്ച് രസകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ട്. അതാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ഐക്യവും ഒത്തൊരുമയും ഒന്നിച്ചു കൂടിയ ഒരു നാടാണ്. ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും നാടാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ കൊണ്ടാണ്. അത് ഞാൻ കാണിച്ചത് ഇവിടെ ഇന്നപ്പോൾ കണ്ടതാണ്. അങ്ങോട്ട് നോക്കിയാണ് അവിടെ വലിയുള്ളാഹി അബൂബക്കർ ഖലീഫ നുവിൻ്റെ മക്കാം പാറലെന്ന് പറഞ്ഞിട്ടൊരു ഒരു നേർച്ചപ്പെട്ടിൻ്റെ അവിടെ, ആ നേർച്ചപ്പെട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ദീപം കണ്ടില്ല. ദീപം അതായത് ദീപം എന്ന് പറയുമ്പോൾ ഹിന്ദു സഹോദരങ്ങളുടെ ഒരു ഓല സംഗതി ഉണ്ട് അവിടെ. ഹിന്ദു സഹോദരങ്ങൾ എന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു മക്കാമും കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മക്കാമും ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, ഒരു ദീപം വെച്ചിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അതേമാതിരി തന്നെ ഇങ്ങനെ വലിയുള്ളാഹി അബൂബക്കർ ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഒരു നേർച്ചപ്പെട്ടിയുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാറേറിന് ഇങ്ങനെ വരുന്നുണ്ടേ. കാറേറിന് ഒരു ഹിന്ദു സഹോദരനാണ് ആ കാറേറിന്. ആ കാറേറിന് അവിടെ നിർത്തിക്കാണ്ട് ഈ നേർച്ചപ്പെട്ടിക്ക് പൈസ ഇട്ടുകാണ്ട് പോണിടയിൽ നിർത്തിക്കാണ്ട് പൈസ ഇട്ടുകാണ്ട് അയാൾ വണ്ടി എടുത്തുകാണ്ട് പോയി. അതാണ് ഒരു മതമൈത്രി എന്ന് പറഞ്ഞാൽ, മലപ്പുറത്തിൻ്റെ മതമൈത്രി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട, അതായത് ഒരു മുസ്ലിമായിട്ടുള്ള വലിയുള്ളാഹി അബൂബക്കർ ഖലീഫൻ്റെ ഒരു ഇതാണത്, നേർച്ചപ്പെട്ടിയാണത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹിന്ദുക്കളുടെ ദീപവും കാര്യങ്ങളും വെച്ചാണ്. അതേമാതിരി ഇപ്പോൾ കണ്ട കാഴ്ച പറഞ്ഞാൽ ഒരു ഹിന്ദു സഹോദരൻ വന്നുകാണ്ട് പോണിടയിൽ വന്നുകൊണ്ട് കാറ് നിർത്തിക്കാണ്ട് അതിന്ന് വന്നുകൊണ്ട് ആ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇത് അടുത്ത ആൾ ഹിന്ദു സഹോദരനാണ്. നേർച്ചയ്ക്ക് പൈസ ഇടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച, മലപ്പുറത്തിൻ്റെ മതമൈത്രി എന്ന് പറഞ്ഞത്. ഇപ്പോൾ പോയത് ഹിന്ദുക്കളാണ്, ഒരു ഹിന്ദു സഹോദരങ്ങളാണ് ഇപ്പോൾ പോയത്, 2 കപ്പിൾസ്. അവർ വന്നുകാണ്ട് അതിൽ വന്നുകാണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പൈസ ഇട്ടുകൊണ്ട് പോവാണ്. പറ്റിയാണ് അതിൽ 2 കൂട്ടരും വന്നുകാണ്ട് എന്തിടുന്നുണ്ട്, പൈസ ഇടുന്നുണ്ട്. അത് ഇവിടുത്തെ മതമൈത്രിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ലൈവായിട്ട് ഒന്ന് കണ്ടില്ലേ. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ അതാണ് മലപ്പുറത്തിനെ തകർക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. മലപ്പുറത്ത് പരസ്പരം മതമൈത്രിയും കാര്യങ്ങളും സ്നേഹവും സാഹോദര്യവും ഒന്നിച്ച് നിൽക്കുന്ന നാടാണ്. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിക്കും ഒരു ചേമ്പും മലപ്പുറത്തിനെ തൊടാൻ കഴിയില്ല. മനസ്സിലായോ? പലരും പറഞ്ഞോട്ടെ, മലപ്പുറം ആയി തന്നെ ഇരിക്കും. ഇവിടെ കുറച്ചൊരാകെ 5 മിനിറ്റാണ് നിന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഓരോരുത്തർ വന്നുകൊണ്ട് പൈസറിലും പോകലൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ. ഒന്നൊന്നല്ല, ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് അവിടെ വണ്ടി നിർത്തിക്കാണ്ട് അവിടേക്ക് പല മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായാലും ആരാണെന്നുണ്ടല്ലോ അവിടെ വന്നുകൊണ്ട് പൈസ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. പല ആളുകൾ. അപ്പോൾ അതാണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ ഒരു മതമൈത്രി എന്ന് പറയുന്നത്.